എല്ലാവർക്കും നമസ്കാരം. ആദരണീയരായ എല്ലാ സുഹൃത്തുക്കളെയും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാമായണത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു രാമൻ്റെ ഭാവതലത്തെക്കുറിച്ച്. ഒരു മനുഷ്യൻ ആരായിത്തീരണം, ആരാവരുത്, ഈ വേർതിരിവ് ശരിയായ തലത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാക്കി തരുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായ ആധ്യാത്മിക മോക്ഷശാസ്ത്രമാണ് രാമായണം. അതുകൊണ്ടാണ് ഭാരതത്തിൽ കുടിൽ തൊട്ട് കൊട്ടാരം വരെ എല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നു, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. രാമായണത്തിൻ്റെ പ്രസക്തി കാലങ്ങൾ കടന്നു വരവെ കൂടിക്കൂടി വരികയാണ്, ഒരിക്കലും കുറയുന്നില്ല. അതുകൊണ്ട് തന്നെ രാമായണം 3 തലത്തിലുള്ള കർമ്മങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. 1 സഞ്ചിതം, 2 പ്രാരബ്ധം, 3 ആഗാമികം. സഞ്ചിതം നമുക്കറിയാം, കൃമികളായും കീടങ്ങളായും വൃക്ഷലതാദി യോനികളിലും എത്രയോ ജന്മങ്ങൾ കടന്നാണ് ശ്രേഷ്ഠമായൊരു മനുഷ്യ ജന്മം നമുക്ക് കിട്ടുന്നത്. ആ മനുഷ്യജന്മം തന്നെ എത്രയോ കടന്നു പോയിരിക്കുന്നു. ഈ ജന്മങ്ങളിലൊക്കെ നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുന്ന പുണ്യപാപ സമ്മിളിതമായ ആ കർമ്മ ഫലത്തിൻ്റെ കൂട്ടം അതെല്ലാ വ്യക്തിക്കുമുണ്ട്, കുന്നുപോലെ കൂടിക്കിടക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ് സഞ്ചിതം. ഇതിൽ ഈ ജന്മത്തിൽ നമുക്ക് അനുഭവിച്ച് തീർക്കുവാൻ വേണ്ടി ഒരു റേഷൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിന് പറയുന്ന പേരാണ് പ്രാരബ്ധം. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, ഞാൻ വലിയ പ്രാരബ്ധക്കാരനാണ്, പ്രാരബ്ധക്കാരിയാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ അർത്ഥമറിഞ്ഞല്ല നമ്മൾ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഈ പ്രാരബ്ധ കർമ്മം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജന്മം തന്നെ എടുത്തിരിക്കുന്നത്. എപ്പോഴാണോ പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നത്, അപ്പോൾ ഈ ശരീരം, ഈ ജീവൻ ശരീരം ഉപേക്ഷിക്കും. എന്തിനു വേണ്ടിയാണ്? അടുത്ത പ്രാരബ്ധം അനുഭവിക്കുന്നതിന് വേണ്ടി, അടുത്ത ശരീരപ്രാപ്തി നേടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ബാക്കി അപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് കിടക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ് ആഗാമികം. അപ്പോൾ സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം, ഈ 3 കർമ്മങ്ങളിൽ എല്ലാ വ്യക്തികളും വ്യാപൃതരാണ്. അതിൽ പൂർണ്ണമായും ആ കർമ്മം ഒരിക്കലും മോക്ഷത്തിന് കാരണമാവില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ കർമ്മം മുക്തനാവണം, എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജന്മമുക്തി സാധിക്കൂ. ഇതാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് വേണം രാമായണം പാരായണം ചെയ്യുവാൻ. എല്ലാവർക്കും നമസ്തേ.